ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫ്ലട്ടറിൻ്റെ അകത്തുള്ള പ്രൊജക്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ്. നമുക്ക് ഫയൽസൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, നമുക്ക് ഏതൊക്കെ ഫോൾഡറിൻ്റെ അകത്ത് ഏതൊക്കെ ഫയൽസാണ് ഉണ്ടാവുക, അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫയൽസിനെ കീപ്പ് ചെയ്യേണ്ടത്, സ്ട്രക്ചർ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൂടെ നോക്കാനായിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഫ്ലട്ടർ പ്രൊജക്റ്റ് ഉണ്ടാവണം. ഓക്കെ, നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ഡിഫോൾട്ട് ആപ്ലിക്കേഷൻ്റെ ഒരു ടെംപ്ലേറ്റ് പോലെ നമുക്കൊരു പ്ലേറ്റിൻ്റെ ഒരു സെറ്റ് ഓഫ് കോഡ്സ് നമുക്ക് തരും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫോൾട്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ, ഏതെങ്കിലും ഒരു ഫോൾഡർ ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെയായിരിക്കും നമ്മുടെ ആ ഒരു ഫ്ലട്ടർ പ്രൊജക്റ്റിൻ്റെ ആ ഒരു ഫയൽ വരാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നുന്ന ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് മേളിൽ കാണുന്ന ഈ ഒരു അഡ്രസ് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് CMD എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ CMD ഓപ്പൺ ആയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഫോൾഡറിന് വരും. ഇനി ഇവിടെ ഫ്ലട്ടർ ക്രിയേറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുക, ഫ്ലട്ടർ കോഴ്സ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിന് കൊടുക്കുന്ന പേര് ഫ്ലട്ടർ കോഴ്സ് എന്നാണ്. നിങ്ങൾ ഏത് പേര് വേണമെങ്കിലും കൊടുത്തു. എന്നിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. ഓക്കെ, ഇവിടെ ഓൾ ഡൺ, യുവർ ആപ്ലിക്കേഷൻ കോഡ് ഇൻ ഫ്ലട്ടർ കോഴ്സ് ലിബ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് main.daft അവിടെ നിന്നായിരിക്കും നമ്മുടെ ഈ ഒരു കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഒരു പുതിയൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഫ്ലട്ടർ കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്താണ്, ഓക്കെ, ഇതാണ് നമ്മളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ CMDയുടെ CD എന്നിട്ട് ആ ഒരു ഫോൾഡറിൻ്റെ പേര് ഫ്ലട്ടർ കോഴ്സ് എന്നാണ് അല്ലേ. ഓക്കെ, ഫ്ലട്ടർ കോഴ്സ് ഒന്നെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കയറിയിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പേസിലോട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇവിടെയായിരുന്നു നിന്നത്, ഈ ഒരു ക്രിയേറ്റ് ആയ ആ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്തോട്ട് കയറാം. എന്നിട്ട് ഈ അഡ്രസ് ബാറിൽ CMD എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ട് വരും. ഇനി ഇവിടെ കോഡ് .dot എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. ഇത് നമ്മളെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫ്ലട്ടർ പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു വെൽക്കം സ്ക്രീൻ കിട്ടും വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ VS കോഡിനെ നമ്മൾ ഫ്ലട്ടർ ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലാക്കിയിരുന്നില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു VS കോഡിൻ്റെ ഈ ഒരു ഏരിയയിൽ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഫ്ലട്ടർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, ഫ്ലട്ടർ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഫ്ലട്ടറിൻ്റെ ഓപ്ഷൻ വരും. ഈ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഡാർട്ടിൻ്റെ എക്സ്റ്റൻഷനും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഡാർട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ JSON സീരിയലൈസർ അങ്ങനത്തെ അഡീഷണൽ ആയിട്ടുള്ള എക്സ്റ്റൻഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഫ്ലട്ടർ പേജ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 എക്സ്റ്റൻഷൻസ് നമുക്ക് എന്തായാലും വേണം. അപ്പോൾ ഈ 2 എക്സ്റ്റൻഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ്റെ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് തിരിച്ച് നമ്മുടെ എക്സ്പ്ലോററിലോട്ട് വരാം. ഇതാണ് നമ്മുടെ ഒരു പ്രൊജക്റ്റിനകത്തുള്ള സോഴ്സ് കോഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കേണ്ട ഒരു മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് ലിബ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ. ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ്, iOS, ലിനക്സ്, macOS, വെബ് അങ്ങനത്തെ ഒത്തിരി ഫോൾഡേഴ്സൊക്കെ കാണാം. ഇതൊക്കെ അതിൻ്റെ നേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫോൾഡേഴ്സിൻ്റെ അകത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ബാക്കി നമ്മൾ രണ്ടിനും കൂടി കോമൺ ആയിട്ട് റൈറ്റ് ചെയ്യുന്ന കോഡ്, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒറിജിനൽ കോഡ് റൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ലിബ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്തായിരിക്കും. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് main.dart എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ ഫയൽ നമുക്ക് കാണാം. ഓക്കെ, ഈ ഫയലിലാണ് നമ്മുടെ ഡിഫോൾട്ട് ഇതൊരു കോഡ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ കോഡ് നമ്മൾ റൺ ചെയ്താൽ നമുക്കൊരു ആപ്ലിക്കേഷൻ കിട്ടും. അതൊരു കൗണ്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കൗണ്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ എൻ്റെ ആപ്ലിക്കേഷൻ്റെ കോഡ് റൈറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ലിബ് എന്ന് പറയുന്ന ഫോൾഡർ. ഇതിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ ഡാർട്ട് ഫയലുകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഫയലിനോട് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള ഒരു
ഓരോ ഫീച്ചറും ഓക്കെ, അതായത് ഒരു ആപ്ലിക്കേഷനകത്ത് ഒരു യൂസർ ലോഗിൻ ചെയ്യുന്നു, സൈനപ്പ് ചെയ്യുന്നു, OTP വഴി വെരിഫൈ ചെയ്യുന്നു, അത് ആ ഒരു പ്രോസസ്സിനെ നമുക്ക് ഒത്തൻറ്റിക്കേഷൻ പ്രോസസ്സ് എന്നോ അല്ലെങ്കിൽ ഓത്ത് എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിനെ ഒരു ഫീച്ചറായിട്ടാണ് നമ്മൾ കൂട്ടുക. ഓക്കെ, ആ ഒരു എൻ്റയർ പ്രോസസ്സ്, ആ ഒരു യൂസറിനെ ഉള്ളിലേക്ക് കയറ്റുന്ന ആ ഒരു പ്രോസസ്സിന് നമുക്ക് ഒത്തൻറ്റിക്കേഷനിലേക്ക് ഓത്ത് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ, ഓക്കെ, അതിന് വേറൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് പല പല ഫീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഒരു ആപ്പിന് ഒരു ഫീച്ചർ മാത്രമായിരിക്കില്ല, മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പം മൾട്ടിപ്പിൾ ഫീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോൾഡറിൻ്റെ അകത്ത്, ഈ ലിബിൻ്റെ അകത്ത് നമുക്ക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സിൻ്റെ അകത്തായിരിക്കും നമുക്ക് വേണമെങ്കിൽ ഒത്തൻറ്റിക്കേഷൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, ഓത്ത് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ലോഗിൻ സൈനപ്പ് കാര്യങ്ങളൊക്കെ വരാം. പിന്നെ നമുക്ക് ഈ ഫീച്ചേഴ്സ് അല്ലാതെ ഈ നമ്മുടെ എൻ്റയർ ആപ്ലിക്കേഷന് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ വേണം. ഓക്കെ, അത് നമ്മുടെ ഫീച്ചറിൻ്റെ പുറത്തായിട്ട് നമുക്ക് ലിബിൻ്റെ അകത്ത് ഒരു കോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഈ കോർ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്തായിരിക്കും നമ്മുടെ എൻ്റയർ ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഡാറ്റാസ്, ഫീൽഡുകൾ, ഫയൽസ്, വേരിയബിൾസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു കോർ എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ സർവീസസ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാക്കാം. നമ്മുടെ ഡാറ്റാബേസായിട്ട് കണക്ഷൻ, ആ എല്ലാ കണക്ഷൻസും ഹാൻഡിൽ ചെയ്യുന്ന സർവീസസ് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഓരോ കാറ്റഗറീസിന് സെപ്പറേറ്റ് ഫോൾഡേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ തിരിച്ചാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിൽ കൂടെ ഫോളോ ചെയ്യാൻ പോണത് ക്ലീൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ആയിരിക്കും. അത് നമ്മുടെ പ്രൊജക്റ്റിനെ ക്ലീനായിട്ട്, അതായത് നമ്മുടെ ഫയൽസിനെയും എല്ലാത്തിനെയും ക്ലീനായിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫയൽ ഓർഗനൈസേഷൻ ടെക്നിക്കാണ് നമ്മുടെ ഈ ഒരു ക്ലീൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ആർക്കിടെക്ചർ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആപ്പിൻ്റെ അകത്ത് മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്യാനോ ഇതെല്ലാനും വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് ഇപ്പോൾ നോർമലി എല്ലാ ഫയലുകളും നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഏത് ഫയൽ എവിടെയൊക്കെയാണ് കണക്ഷൻസ് ഉള്ളത്, വേറെ ഫയലുകളൊക്കെ ആയിട്ട് ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ ഡിപ്പെൻഡൻസീസ് വരുന്നത്, ഇതൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഫയൽസിനൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നോക്കുക ഈ ലിബ് ഫോൾഡറിൻ്റെ അകത്ത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോൾഡറാണ്, അതിവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് കിട്ടുന്നില്ല, നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഫോൾഡറാണ് അസറ്റ് എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഫോൾഡറിൻ്റെ അകത്ത്, അതായത് ന്യൂ ഫോൾഡറാണ്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ന്യൂ ഫോൾഡർ, എന്നിട്ട് ഇതിന് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുക. ഓക്കെ, അസറ്റ്സ്. ഈ അസറ്റിൻ്റെ അകത്താണ് നമ്മുടെ ഫോണ്ട് ഫാമിലീസ്, ഐക്കൺസ്, ഇമേജസ്, ഗിഫുകൾ, ഇങ്ങനത്തെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ പുറത്തും നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന എല്ലാ അസറ്റുകളും നമ്മൾ ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തായിരിക്കും സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഫോണ്ടുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഫോൺസ്. പിന്നെ അതുപോലെ തന്നെ ഇമേജുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഐക്കൺസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐക്കൺസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ അത് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ഐക്കണിൻ്റെ അകത്ത് നിങ്ങൾ കൊണ്ടുവന്നിടുന്ന അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുന്ന ഏതൊരു ഐക്കൺസ് ആണെങ്കിലും അതിന് നിങ്ങളൊരു പേര് കൊടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് IC_ എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കുക. ഇപ്പോൾ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ ആണെങ്കിലും IC_settings.png ആണെങ്കിൽ PNG, JPG ആണെങ്കിൽ JPG, ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ നെയിം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അസറ്റിൻ്റെ അകത്തുള്ള ആ ഒരു ഫോൾഡർ സ്ട്രക്ചർ വരുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളൂ ഈ ആൻഡ്രോയിഡിൻ്റെ അകത്ത് നമുക്ക് പലപ്പോഴും ഈ പെർമിഷൻസ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ GPS ലൊക്കേഷൻ എടുക്കാനോ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് ഒക്കെ ആഡ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു അതിൻ്റെ നേറ്റീവ് സൈഡിലാണ്. അപ്പോൾ ഇപ്പോൾ ആൻഡ്രോയിഡിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഈ ആൻഡ്രോയിഡിൻ്റെ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് ആപ്പ് എന്ന് പറയുന്നൊരു ഫയലുണ്ട്. ഓക്കെ, അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് സോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. ഓക്കെ, അത് ഓപ്പൺ ചെയ്യുക. നമ്മളിപ്പോൾ നേറ്റീവ് ആൻഡ്രോയിഡ് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഈ ഒരു ഫയലായിട്ട് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, അതിനകത്ത് ഈ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോഴ്സിൻ്റെ അകത്ത് മെയിൻ എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യും. ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് manifest.xml എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കിട്ടും. ഇതിൻ്റെ അകത്താണ് നമ്മുടെ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത് ഈ ഒരു ഫയലിൻ്റെ അകത്തായിരിക്കും. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ആവശ്യം വരുന്നതനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ എൻ്റയർ ഫോൾഡേഴ്സ് ഇങ്ങനെ എല്ലാം അങ്ങനെ ഷവർ പോലെ ഓപ്പൺ ആയി കിടക്കുകയാണെങ്കിൽ
എല്ലാത്തിനെയും ഒന്നുകൂടി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കണമെന്ന് വിചാരിക്കുക. ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഈ ഒരു ഫയലിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിട്ട് ഈ ഒരു റിഫ്രഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഫയൽ ഈ ഫോൾഡേഴ്സിൻ്റെ അകത്ത് എവിടെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടും. ഓക്കെ, കണ്ടോ, main.app. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടിരുന്ന ഫോൾഡർ സ്ട്രക്ചേഴ്സ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയലാണ് pubspec.yaml എന്ന് പറയുന്ന ഫയൽ. ഓക്കെ, ഈ pubspec.yaml നമ്മൾ എക്സ്റ്റേണൽ പാക്കേജസ്, ലൈബ്രറീസ്, ഫോണ്ട്, ഈ അസറ്റ് എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടേക്ക് എല്ലാത്തിലേക്കുള്ള പാത്തിനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു pubspec.yaml എന്ന് പറയുന്ന ഈ ഒരു ഫയലിൻ്റെ അകത്തായിരിക്കും. ഓക്കെ, ഈ ഫയൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ഫയലാണ്. ഇത് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് നമ്മളിവിടെ ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഏരിയാസ് ഉണ്ട്. കണ്ടോ, ഇവിടെ ഡിപ്പെൻഡൻസീസ്. ഇതിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ എക്സ്റ്റേണൽ പാക്കേജസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ വരുന്ന ഡിപ്പെൻഡൻസീസ് ഒക്കെ ആണെങ്കിൽ ഡിപ്പെൻഡൻസീസിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ അസറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ മാനുവലി ക്രിയേറ്റ് ചെയ്തായിരുന്നു ഇല്ലേ. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഓരോ ഫോൾഡേഴ്സിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്കുള്ള പാത്ത് നമ്മൾ ഈ ഒരു ഫയലിനകത്ത് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഏരിയ നമുക്ക് കിട്ടും, അസറ്റ്സ്. ഇതിനെ നമ്മൾ അൺകമൻറ്റ് ചെയ്യാം. ഓക്കെ, അൺകമൻറ്റ് ചെയ്യാനായിട്ട് Ctrl+/ പ്രസ് ചെയ്താൽ മതി അൺകമൻറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ ഈ ഒരു അസറ്റ്സിൻ്റെ ഈ ഒരു ഏരിയയിലായിട്ട് വരുന്ന ഈ ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ, ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോൾഡറിൻ്റെ ആ ഒരു പാത്ത് കൊടുക്കുക. അതായത് അസറ്റിൻ്റെ അകത്ത് നമുക്ക് ഫോൺസ് ഉണ്ട്, ഐക്കൺസ് ഉണ്ട്, ഇമേജസ് ഉണ്ട്. അപ്പോൾ ഈ ഫോൺസിൻ്റെ അകത്തുള്ള വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോൺസ് എന്ന് കൊടുക്കാം, ഐക്കൺസിൻ്റെ അകത്തുള്ളതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐക്കൺസ് എന്ന് കൊടുക്കാം, ഇമേജസിൻ്റെ അകത്തുള്ളതിന് ഇമേജസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഐക്കൺസ് ആണെങ്കിൽ നമുക്ക് assets/icons/ എന്ന് കൊടുക്കാം. ഇത്രയും കൊടുത്താൽ മതി. ഇത്രയും കൊടുത്താൽ ഈ ഒരു ഫോൾഡർ, ഈ ഐക്കൺസ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്തുള്ള എല്ലാ ഫയൽസിനെയും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ളൊരു സോഴ്സ് കിട്ടും. ഇനി ഇമേജസിനെ ആക്സസ് ചെയ്യാനാണെങ്കിൽ Ctrl+C ഞെക്കുക, Ctrl+V ഞെക്കുക. അപ്പോൾ ഈ ലൈനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഈ ഐക്കൺസിനെ നമ്മൾ ഇമേജസിനാക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇമേജസിൻ്റെ അകത്തേക്കും ഐക്കൺസിൻ്റെ അകത്തേക്കുള്ള ആ ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ഫോൾഡേഴ്സ്. നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെ എങ്ങനെയാണ് നമുക്കൊരു ഇമുലേറ്ററിലോട്ട് നമ്മുടെ ഈ ഒരു ഡിഫോൾട്ട്, ഇത് ഞാൻ പറഞ്ഞു ഇതൊരു ഡിഫോൾട്ട് ആപ്ലിക്കേഷനാണ്, ഒരു കൗണ്ടർ ആപ്ലിക്കേഷനാണ്. ഇതിനെങ്ങനെ നമുക്ക് റൺ ചെയ്യാം, നമ്മുടെ ഒരു റിയൽ ഡിവൈസിൽ ഇത് എങ്ങനെ നമുക്ക് റൺ ചെയ്ത് കാണാൻ പറ്റും, ഇമുലേറ്ററിൽ എങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.